ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വതി സോജൻ. ഞാൻ അടിമാലി കൊന്നത്തടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2022 നവംബർ 16 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഒരു വീടെന്ന സ്വപ്നവുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തെക്കുറിച്ച് എൻ്റെ മമ്മി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ മമ്മി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോയി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇവിടെയും മാതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ അവിടെയും ഉള്ളത് മാതാവ് തന്നെയല്ലേ, അവിടെ ഉള്ളതുപോലെ തന്നെയുള്ള മാതാവല്ലേ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി ഇവിടെ നേരത്തെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രോപ്പർട്ടി വിട്ട് ഞങ്ങളൊരു വീട് മേടിക്കാമെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പം യാദൃശ്ചികമായിട്ട് ആ സ്ഥലം ഒരു കേസിൽ പെട്ടുപോയി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും കൃപാസനത്തിൽ പോയാലോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നേരത്തെ ഒന്നും പ്ലാൻ ചെയ്യേണ്ട, നമ്മൾ നേരത്തെ മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ അതൊന്നും നടക്കത്തില്ല, നമുക്ക് സമയമാകട്ടെ പോകാമെന്ന് പറഞ്ഞു. പിന്നീടും കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് നാളെ കൃപാസനത്തിൽ പോയേക്കാം എന്ന് ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം പറഞ്ഞു. അപ്പോൾ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസനമ്മയുടെ ഫോട്ടോയുണ്ട്, മമ്മി കൊണ്ടുവന്ന പ്രത്യക്ഷീകരണ പുസ്തകത്തിലെ പ്രാർത്ഥനകളൊക്കെ ഞാൻ ദിവസം ചൊല്ലുന്നതായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് വരാനൊരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇവിടെ ഞങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്ത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ 6ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മമ്മിയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം. മമ്മി സ്കൂളിൽ പിയൂണായിട്ട് വർക്ക് ചെയ്യുകയാണ്. അന്ന് മമ്മിക്ക് മൂന്നാറിലോട്ടൊരു സ്ഥലമാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് മമ്മി എന്നോട് വിളിച്ചു. ആ വീട്ടിലെ വെല്ലുമ്മയൊക്കെ ഉണ്ട്. അമ്മച്ചിക്ക് ആൻറ്റിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് മമ്മിക്കും കൂടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ പോയി താമസിക്കേണ്ടി വരും, വീട്ടിലാരുമില്ല. ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇറങ്ങി ആ സെക്കൻഡിൽ മമ്മി എന്നെ വിളിച്ചു. എങ്ങനെയാണെന്നറിയത്തില്ല, എൻ്റെ ട്രാൻസ്ഫർ മാറിപ്പോയിട്ടുണ്ട്, അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയെന്നാണ് തോന്നണേ, ട്രാൻസ്ഫർ മാറിപ്പോയി എന്ന് പറഞ്ഞു. അത് 1ാമത്തെ അനുഗ്രഹമായിരുന്നു. പിന്നീട് ഉടമ്പടിയിൽ വയ്ക്കാത്തതും വെച്ചതുമായ പല അനുഗ്രഹങ്ങൾ കിട്ടി. പക്ഷേ വീടെന്ന ഒരു സ്വപ്നം അവിടെ തന്നെ നിന്നു. ഉടമ്പടി എടുത്ത് എൻ്റെ 2ാമത്തെ പുതുക്കലായപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു, നിൻ്റെ ഉടമ്പടി അത്ര ശരിയല്ലെന്നാണ് തോന്നണേ, നിനക്ക് ഉടമ്പടി വെച്ചിട്ട് എന്താ വീട് കിട്ടാത്തേ. സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ടായിരുന്നു, പക്ഷെ അത് വാസയോഗ്യമായൊരു വീടായിരുന്നില്ല. ഞാനും ഹസ്ബൻഡും മോളും അമ്മയും വെല്ലുമ്മയും എല്ലാവർക്കും കൂടെ താമസിക്കാനൊരു സൗകര്യമുള്ളൊരു വീടായിരുന്നില്ല അത്. വളരെയധികം സങ്കടപ്പെട്ടു. ഉടമ്പടി എടുത്തും എന്താ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും മമ്മി എനിക്ക് എന്താ ഒരു വീട് തരാത്തേ. അപ്പം മമ്മി പറഞ്ഞു, നീ പോയി അച്ഛനെ അച്ഛനെ കണ്ടാൽ ചിലപ്പം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഓടിപ്പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഉടമ്പടിയിൽ നല്ല സത്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിച്ചിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഉടമ്പടിയിൽ എന്തായാലും പാകപ്പിഴവുണ്ടെങ്കിൽ ഞാൻ മാതാവിനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കും, എൻ്റെ ഉടമ്പടിയിൽ തെറ്റൊന്നുമില്ല, എനിക്ക് എന്തായാലും മാതാവ് തരുമെന്ന് പറയും. എൻ്റെ ഹസ്ബൻഡ് പറയും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കുമെന്ന്. അപ്പം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കും, മാതാവേ, എനിക്ക് എന്താ ഒരു വീട് തരാത്തത്, എനിക്ക് എന്തുകൊണ്ടാണ് ഒരു വീട് ലഭിക്കാത്തത്. എൻ്റെ കുഞ്ഞിനെ ഒരു നല്ലൊരു സാഹചര്യത്തിൽ വളർത്തിയെടുക്കുവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്ന വീടിനേക്കാളും മോശപ്പെട്ടൊരവസ്ഥയിൽ എൻ്റെ കുഞ്ഞ് ജനിച്ചു വളർന്നപ്പോൾ ജീവിച്ചത്. അപ്പം അത് കഴിഞ്ഞ് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഒരു നേരം തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തിരിയേലും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം മമ്മീനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് എന്തെങ്കിലും തിരിയൽ തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, അത് മോനെ മാതാവാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിന് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഹസ്ബൻഡിനോടും ചോദിച്ചു, എന്തെങ്കിലും തിരിയൽ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു, അയ്യോ, അത് മാതാവാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മമ്മി ഒരു ബ്രോക്കറെ കണ്ടപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടും ബ്രോക്കർ കാണിച്ചെന്ന വീടും കൂടെ മാറ്റക്കച്ചവടത്തിനായിരുന്നു. ആ ബ്രോക്കർ വന്ന് കണ്ട് ഞങ്ങളെ ഒരു വീട് സ്ഥലം കൊണ്ട് കാണിച്ചു. ആദ്യം മമ്മി പോയി കണ്ടു, മമ്മിക്ക് ഇഷ്ടമായി. പിന്നെ ഹസ്ബൻഡിനെ കാണിച്ചു, ഹസ്ബൻഡും പോയി കണ്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന് റോഡ് സൈഡാണെങ്കിലും ഇച്ചിരി കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് ബ്രോക്കർമാർ അത്ര അതിൻ്റെ ഉടമസ്ഥൻ വന്ന് കണ്ടപ്പം അത്ര വന്നില്ല. അപ്പം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ തിരി കത്തിച്ചു, 2 തിരിയും, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 20 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് കൊടുത്തും 10 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അത്രയൊന്നും കിട്ടാനുള്ള സ്ഥലമായിരുന്നില്ല. ആ സ്ഥലം കൊടുത്തപ്പോൾ ഒരു 60 ലക്ഷത്തോളം വാല്യൂ ഉള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടി.
വീട് മേടിക്കാൻ 1 രൂപ കയ്യിലില്ലാതെ വീട് മേടിക്കാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അച്ഛൻ ധ്യാനത്തിൽ ഒരു ദിവസം പറഞ്ഞു, നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം ആമ ഇഴയുന്ന പോലെയായിരിക്കും. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഒരാൾ എടുത്തുകൊണ്ട് എങ്ങനെ ഓടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് എനിക്ക് വീട് കിട്ടിയപ്പം. കയ്യിൽ എവിടെ നിന്ന് പൈസ വന്നതെന്നൊന്നും അറിയത്തില്ല. ഹസ്ബൻഡിന് പൈസ കിട്ടി, വീട് കൊടുത്ത 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഏകദേശം വീട് മാത്രമല്ല, വീട്ടിലേക്കുള്ള പുതിയ ഫർണിച്ചറുകളടക്കം എല്ലാം പുതിയത്, പാത്രങ്ങളടക്കം എല്ലാം പുതിയതോടുകൂടി മാതാവ് തന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീടെന്നുള്ളത്. അത് അമ്മ സാധിച്ചു തന്നു. അത് 2ാമത്തെ ഉടമ്പടി നിയോഗം. എൻ്റെ മോള് സംഹിത, അവൾക്ക് 9 വയസ്സുണ്ട്. എന്നും അസുഖമായിരുന്നു, പനി. 2 ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ പോകത്തില്ല. അതുപോലെയായിരുന്നു. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. ജലദോഷമൊക്കെ, പകലൊക്കെ ജലദോഷമായിരിക്കും, രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 102-103 ഡിഗ്രി പനിയൊക്കെ വന്ന് വിറച്ച് ഉറക്കപ്പിച്ചൊക്കെ പറയും. അന്നും ഞാൻ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൈലമൊക്കെ പറ്റിയും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ, എൻ്റെ കുഞ്ഞിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനികളെല്ലാം മാറ്റിത്താ. ഒരമ്മയുടെ സങ്കടം അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാ കണ്ടു നിൽക്കാൻ പറ്റുക? അത് അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ പനികളെല്ലാം മാറ്റിത്തന്ന് അവൾക്ക് എന്ന് സ്കൂളിൽ പോകാൻ സാധിക്കണം, ആരോഗ്യവതിയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ 1 വർഷത്തിൽ ഞാനിപ്പോൾ എൻ്റെ 6ാമത്തെ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇതുവരെ പനി അങ്ങനെ വന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒരു ജലദോഷം വന്ന് പോകത്തേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ പനിച്ചിട്ടില്ല. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മ. അമ്മച്ചിക്ക് 1 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. ഇനിയൊരു ബ്ലോക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഷുഗറൊക്കെ ഉള്ള ആളായതുകൊണ്ട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അതത്ര സാധ്യമല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചങ്കില് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചപ്പം മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അമ്മച്ചിക്ക് ഭയങ്കരമായിട്ടും ചങ്കില് വേദനയാണ്, ബൈപ്പാസ് ചെയ്യണമെന്ന ഡോക്ടർ പറഞ്ഞ്, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റിയേക്കുക, മോൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ഒരിക്കലും തന്നെ ഇരുന്ന് ജപമാല ചൊല്ലുന്ന ഒരാളല്ല. അന്ന് തന്നെ ഇരുന്ന് ജപമാല ചൊല്ലി ഞാൻ തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ വല്യമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുത്. കാരണം ജീവിതത്തിൽ ഇന്നോളം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്, പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. എന്നും 6 മണിയാകുമ്പോഴത്തേക്കും അമ്മച്ചിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം അമ്മച്ചി പ്രാർത്ഥിക്കും. പക്ഷേ എന്നിട്ടും ഇനി ഈ അവസാന സമയമായപ്പോൾ ഒരുപാട് ഓപ്പറേഷനൊക്കെ ചെയ്ത വേദന ഞാൻ ഇടയാകരുത്, ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നത് വരെ ഞാൻ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, അമ്മച്ചിക്ക് ഒരു കുഴപ്പം വരരുത്, ബൈപ്പാസ് ഒന്നും കൂടാതെ തന്നെ ബ്ലോക്കൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മോൾ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനിങ്ങനെ കരയുന്നേ? അമ്മ മാതാവ് എന്നോട് പറഞ്ഞു എൻ്റെ മോൾ ആയിന്ന് അമ്മേനെ വിളിക്കുന്നത്. അപ്പം പറഞ്ഞു, നിൻ്റെ ആയിക്ക് ഒരു ആപത്തും വരത്തില്ല, നിൻ്റെ ആയിനെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞു എൻ്റെ കയ്യിലടിച്ച് വാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ, അല്ലമ്മേ, എന്നോട് മാതാവ് പറഞ്ഞതാ, എൻ്റെ കയ്യിൽ നല്ല തണുപ്പായിരുന്നെന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹം. അന്നേരം തന്നെ ആശുപത്രിയിൽ നിന്ന് മമ്മി വിളിച്ചു, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞു, മരുന്ന് കൊണ്ട് മാറുമെന്ന് പറഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡിന് അത് ആക്സിഡൻറ്റ് പറ്റി മുറിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ മോളുടെ കൂടെയാണ് ആ കൊച്ചു പഠിക്കുന്നത്. അതിൻ്റെ കയ്യിൽ തേനും ഉപ്പും കൊടുത്തു വിട്ടു. ആ മുറിവ് കരിയുന്നില്ല എന്ത് ചെയ്താലും. അത് കഴിഞ്ഞ് അത് തേനും ഉപ്പെല്ലാം കഴിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുറിവെല്ലാം കരിഞ്ഞു. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു. കാരുണ്യപ്രവൃത്തികൾ ഞാൻ പത്രം മേടിച്ചുകൊണ്ട് 5-6 കെട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോവും. ഇവിടുന്ന് ഞങ്ങൾ ഇടവക പള്ളി മാത്രമല്ല, എല്ലായിടത്തും ഞാനും ഹസ്ബൻഡും കൂടെ ദിവസങ്ങളിലൊക്കെ മറ്റനേക സ്ഥലങ്ങളിൽ പോകും. പിന്നെ വേറെ പള്ളികളിലൊക്കെ 50 നോയമ്പിൻ്റെ സമയങ്ങളിലൊക്കെ ഞങ്ങൾ പള്ളികളിൽ കൂടി പോകുമ്പം പള്ളികളിൽ കൂടിയൊക്കെ പത്രം കൊടുക്കും എല്ലാവർക്കും. പിന്നെ ഇവിടുന്ന് കാശ് രൂപം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഇവിടുന്ന് എല്ലാവരും സാക്ഷ്യം പുറമേയും കേട്ടിട്ടുണ്ട്, എല്ലാവരും ഓർഫനേജുകളിലൊക്കെ പോകുന്നു. അപ്പം ഞങ്ങളുടെ അവിടെ അങ്ങനെ ഓർഫനേജിനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ സങ്കടമായിരുന്നു എനിക്ക്, നമ്മുടെ ഇവിടെ ഓർഫനേജൊന്നും ഇല്ലല്ലോ, എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അന്ന് ഞങ്ങൾക്ക് പുതിയ വീട് തന്നതിനടുത്ത് തന്നെ ഒരു ഓർഫനേജ് ഉണ്ട്. 10ഓളം അമ്മമാർ അവിടെ ഉണ്ട്. പുതിയൊരു ഓർഫനേജാണ്. എല്ലാ ആഴ്ചയും അവിടെ പോവും. അമ്മമാർക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കും, എന്നാൽ കഴിയുന്നത് മേടിച്ചു കൊടുക്കും. എനിക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ല, എന്നാലും ഹസ്ബൻഡും അമ്മയൊക്കെ തരുന്ന കാശിൽ നിന്ന് മിച്ചം പിടിച്ച് എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കും. പത്രങ്ങളിൽ ഒരു മടിയും കൂടാതില്ല. എൻ്റെ ഇന്നോളം ഉടമ്പടി ജീവിതത്തിൽ ഞാൻ എന്നുതൊട്ടാണ് ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയത്, അന്ന് തൊട്ട് ഇന്ന് വരെ പത്രം കൊടുക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും നാണക്കേടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് പത്രം കൊടുക്കുമ്പോൾ അതിയായ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ. നമുക്കൊക്കെ ലോട്ടറി അടിച്ചാൽ എങ്ങനെ ഇരിക്കും, ഓണത്തിനും വിഷുവിനൊക്കെ ബമ്പർ അടിച്ചാൽ നല്ല സന്തോഷമില്ല, അതുപോലൊരു സന്തോഷമാണ് എനിക്ക് പത്രം കൊടുത്തു കഴിയുമ്പോൾ.
പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കൊറോണ കാലം റിയൽ എസ്റ്റേറ്റാണ്. കൊറോണ കാലത്തിന് ശേഷം ബിസിനസ്സെല്ലാം ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2-3 ബിസിനസ് സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാൻ സാധിച്ചു. ഫർണിച്ചർ ഷോപ്പ്, സ്പൈസസിൻ്റെ ഷോപ്പ്, അങ്ങനെ അനേകം ബിസിനസ് സ്ഥാപനങ്ങൾ അമ്മ തന്നെ അനുഗ്രഹിച്ചു. അതിന് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ണീരിന് പഞ്ഞമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ സമയം മുതൽ ഇന്ന് എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളില്ല, സങ്കടങ്ങളില്ല. ഇനി എന്ത് സങ്കടം വന്നാലും എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെയുണ്ട്. ആരെന്ത് പറഞ്ഞാലും എൻ്റെ അമ്മയും ഈശോയും എന്നെ സംരക്ഷിച്ചോളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അമ്മ ഈശോ എന്നെ ഒരിക്കലും കൈവിടില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും എനിക്കതൊക്കെ നേരിടാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ കരഞ്ഞുകാരെ കൂവിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഞാൻ എന്ത് പ്രശ്നം വന്നാലും അത് അമ്മ നേരിട്ടോളും. എൻ്റെ കൂടെ അമ്മയുള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നേ എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ +2 കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിനാൽ എനിക്ക് പഠിക്കാൻ പോകാൻ സാധിച്ചില്ല. മോളൊക്കെ ഉണ്ടായി. മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പഠിക്കാൻ വിട്ടു. ഡിഗ്രിക്ക് പഠിക്കാൻ പോയ സമയത്ത് 7 വർഷത്തെ ഗ്യാപ്പ് വന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. ഈ ലിറ്ററേച്ചറും കൂടി എടുത്തേക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊക്കെ അമ്മ എന്നെ നിഷ്പ്രയാസം പരീക്ഷയിൽ പാസ്സാക്കി തന്നു. അതൊക്കെ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. എന്നും രാവിലെ 3 മണിക്ക് പ്രാർത്ഥിക്കും. വൈകുന്നേരം ജപമാല ചൊല്ലും. കുടുംബ പ്രാർത്ഥനകൾ മുടക്കാറില്ല. ബൈബിള് വായിക്കും, വചനം എഴുതും. അങ്ങനെ വചനം എഴുതി എല്ലാ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോടും അമ്മയോടും ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇനിയും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണീരിന് പഞ്ഞമില്ലായിരുന്നു എനിക്ക്. ഇന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്, ആത്മധൈര്യമുണ്ട്. എൻ്റെ അമ്മയും ഈശോയും എനിക്കുള്ളപ്പോൾ എനിക്കിനി മറ്റ് കാര്യങ്ങളിലൊന്നും ആകുലതയില്ല. ഇത് അശ്വതി സോജൻ്റെ മാത്രം കാര്യമല്ല. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന അനേകം മക്കൾ ഇവിടെ വന്ന് ഓരോ ദിവസവും സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു തീരുമാനങ്ങൾ, ബോധ്യങ്ങളൊക്കെ അവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് അവർ പറയുന്നതാണ്. എന്തെല്ലാമാണ് തൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ, കൃപകൾ. ഇന്ന് വീണ്ടും തനിക്ക് എങ്ങനെ മുമ്പോട്ട് ജീവിക്കുവാനായിട്ടൊക്കെ തനിക്ക് കഴിയുന്നു. തൻ്റെ കുഞ്ഞിന് അമ്മ നൽകിയ വാക്ക്, അതായത് തൻ്റെ വല്യമ്മയുടെ കാര്യം പറഞ്ഞു. വല്യമ്മയുടെ അസുഖം അത് സൗഖ്യപ്പെടും, നീ വിഷമിക്കേണ്ട എന്നൊക്കെ ആ കുഞ്ഞിനോട് വന്ന് പറയുന്നു. ആ കുഞ്ഞാണ് വന്ന് ഈ മകളോട് പറയുക, അമ്മ എന്തിനാ കരയുന്നത്? അമ്മ മാതാവ് പറഞ്ഞല്ലോ നമ്മുടെ വല്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. എൻ്റെ കൈക്കൊരു തണുപ്പായിരുന്നു. അമ്മ മാതാവ് എൻ്റെ കരം പിടിച്ചു. ഇതൊക്കെ ഈ കൂടെ നിൽക്കുന്ന കുട്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോഴതൊക്കെ ആ കുഞ്ഞിൻ്റെയൊക്കെ കുഞ്ഞിന് പറയണമെങ്കിൽ ആ കുഞ്ഞത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോഴത് തീർച്ചയായും ഇതെന്താണ് ഇങ്ങനെ എന്ന് നാം ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അനുഭവിച്ചവരുടെ അനുഭവം മാറ്റി പറയുവാനോ മാറ്റി എഴുതുവാനോ നമുക്കാർക്കും സാധ്യമല്ല. അങ്ങനെ അമ്മ മാതാവ് ഇന്ന് ഓരോ കുടുംബങ്ങളിലേക്കൊക്കെ തൻ്റെ സാന്നിധ്യം എങ്ങനെ അറിയിക്കുന്നു. 4 വർഷമായിട്ട് വീടില്ലായിരുന്നു. ആ വീടൊക്കെ എങ്ങനെ കൈമാറ്റത്തിലൂടെ കിട്ടുന്നു. അതും തങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലവും വീടുമാണ് ഈ മക്കൾക്ക് കിട്ടിയത്. തങ്ങൾ കൊടുത്തതിൻ്റെ 4 ഇരട്ടിയായിട്ടുള്ള ഒരു വീട് തങ്ങൾക്ക് ലഭിച്ചു. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ എങ്ങനെ ഹസ്ബൻഡിൻ്റെ വരുമാന മാർഗം ഉയർന്നു. ഇതെല്ലാമാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എളുപ്പമാണ്, എന്നാൽ പിന്നെ ഉടമ്പടിയിലൂടെ ഇതൊക്കെ കിട്ടണമെങ്കിൽ നാം ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൃപാസന പത്രം കൊടുക്കുന്നതിനുള്ള. അത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയുമാണ്. ഇതിനൊക്കെ ഒത്തിരിയേറെ വില നാം കൊടുക്കണം. കർത്താവിൻ്റെ സന്നിധിയിലെ വിലയുള്ളവരാകുവാൻ നാം ശ്രമിക്കുക. എന്താണ് നാം അതിന് ചെയ്യുന്നതെന്നാണ് നാം ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ളവരാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലപിടിപ്പുള്ള പലതും ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുക. നമുക്ക് ഓർക്കാം, ആ കാര്യം മറന്നു പോകാതിരിക്കാം. ഉടമ്പടിയിലാണ് നാം എന്ന്. ഉടമ്പടി ഏറ്റവും നന്നായി സത്യസന്ധമായി ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കും കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.